മാന്യ പ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം, ഗുഡ് ഈവനിങ്. പിന്നെ അതുപോലെ തന്നെ സന്ധ്യാ നാമത്തിന്റെ ഈ ഒരു സമയത്ത് വർഗീയത പറയുകയല്ല, വലിയൊരു വർഗീയവാദിയെ തുറന്ന് കാണിക്കുകയാണ്. നമ്മൾക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക കൊടും ഭീകര സംഘടനയെ നിരോധിച്ച സമയത്ത് നമ്മളെല്ലാവരും അത്ഭുതത്തോടെ കണ്ട ഒന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI എന്തുകൊണ്ടാണ് നിരോധിക്കാത്തത് എന്ന് സത്യത്തിൽ എല്ലാവരും ആശ്ചര്യത്തോടെ തന്നെ കണ്ട ഒരു കാര്യമാണ്. എന്നാൽ അത് നിരോധിക്കാത്തത് വെറുതെ ഒന്നുമല്ല. കാരണം ഇവിടെ കൃത്യമായിട്ടും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഇവിടത്തെ യഥാർത്ഥ ഇസ്ലാമിക കൊടും ഭീകരത എന്നുള്ളത്. അതിനു വേണ്ടി തന്നെയാണ് ഇവറ്റകളെ നിരോധിക്കാതെ ഇവിടെ പച്ചയ്ക്ക് ഇപ്പോഴും തുറന്നു വിട്ടിരിക്കുന്നത്. ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, SNDP-യുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സംഭവം സത്യത്തിൽ ഒരു ഓട്ടോറിക്ഷ പോലെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കഴിഞ്ഞ നാളിൽ അദ്ദേഹം ഒരു പച്ചയായ സത്യം പറഞ്ഞു. പച്ചയായ സത്യം എന്ന് പറയാൻ പാടില്ല, ചുവന്ന ഒരു സത്യം പറഞ്ഞു എന്ന് പറയാം. കാരണം പച്ചയായ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഡാപ്പികളുടെ സത്യം പറഞ്ഞു എന്നായിരിക്കുമല്ലോ. ആ പറഞ്ഞ സത്യം എന്താണ് എന്ന് നമുക്ക് പിന്നീട് ഈ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം ഞാനത് വിവരിച്ചു തരാം, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത്. അതിനെതിരെ ഞമ്മന്റെ ഈ ചങ്ങാതി വന്നിട്ടുണ്ട്. ആരാ? അഷ്റഫ് മൗലവി എന്ന് പറയുന്ന ഒരു മുതലുണ്ട്, തൊടുപുഴക്കാരനാണ്. ഇത് തീഹാർ ജയിലിലേക്കുള്ള NIA-യുടെ ഒരു വലിയ വാഗ്ദാനമാണ് എന്ന് നമ്മൾക്കറിയാം. ഇവിടെ ഇനിയും തീവ്രവാദികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ NIA ബാക്കിയിട്ടിട്ട് പോയ, നരേന്ദ്രമോദിജി ബാക്കിയിട്ടിട്ട് പോയ ഒരു മുതലാണ്, അതല്ലെങ്കിൽ അമിത്ഷാ ബാക്കിയിട്ടിട്ട് പോയ ഒരു മുതലാണ്. ആ മുതല് കുറെ നാളായിട്ട് മിണ്ടാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മുതല് കഴിഞ്ഞ മണിക്കൂർ മുതൽ വായ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മുതല് പറയുന്ന ഒന്ന് കേട്ടിട്ട് വെള്ളാപ്പള്ളി സാർ എന്താണ് പറഞ്ഞതെന്നുള്ള അവിടേക്കും കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഈ ഓഡിയോ ഞാനിവിടെ കേൾക്കുന്നത് ഇതൊക്കെ ഒട്ടേറെ ചാനലുകളിൽ വന്നതായതുകൊണ്ട് നമുക്കിവിടെ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള വഴിയില്ല. കാരണം കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചാനലില് പ്രദർശിപ്പിച്ചു കഴിഞ്ഞ് എന്തായാലും ഇവന്മാരും ഇടാതെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ അടിച്ച് കളയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഡിയോ ഇവിടെ കേൾപ്പിക്കുന്നത്. ഈ ഓഡിയോ കുറച്ചുള്ളൊന്ന് കേട്ടിട്ട് വേഗം വരാം. നമുക്ക് അടുത്തത് നമ്മുടെ ഈ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാനുണ്ട്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞ അങ്ങോട്ട് പോകാനുണ്ട്. കേട്ട് നോക്കാം. സമുദായത്തിന്റെ സാമൂഹ്യ നീതിക്ക് പോലും എതിരായ സമീപനമാണ് സമുദായത്തിന്റെ സാമൂഹ്യ നീതിയുള്ള സമുദായം സ്വീകരിച്ചു പോരുന്നത്. ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് എത്ര മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തില്? നമുക്കറിയാം, ഒന്ന് A.A. റഹീമാണ്, കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി A.A. റഹീം. മറ്റൊന്ന് തലേക്കുന്നൽ ബഷീർ. പിന്നെ ഒരാളുള്ളത് MI ഷാനവാസ്. കോൺഗ്രസ്സുകാർ ലോക്സഭയിലേക്ക് അയച്ച മുസ്ലിങ്ങളുടെ എന്നാണ് ഈ പറയുന്നത്. ഈ ഐക്യ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകെ മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഈ 4 ആളുകളെയാണ്. അതിൽ അവരുടെ കോൺഗ്രസിലെ സ്ഥാനമാനങ്ങൾ നമുക്കറിയാം. A.A. റഹീമിന്റെ എത്രത്തോളം മുതിർ നേതാവായിരുന്നു നമുക്ക് ബോധ്യമുണ്ട്. മറ്റൊന്ന് തലേക്കുന്നൽ ബഷീറാണ്, മറ്റൊന്ന് MI ഷാനവാസാണ്, മറ്റൊന്ന് ഇപ്പൊ ഷാഫിയാണ്. ഇതല്ലാതെ മറ്റൊരു 5ാമത് രംഗത്തെ നാളിതുവരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയച്ചിട്ടില്ല. ഇതൊക്കെ നമുക്ക് ലഭ്യമാവുന്ന കണക്കുകളാണ്. ഞാൻ പറയുന്നത്, കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പൊ തന്നെ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്ന പിണറായി ഗവൺമെന്റ്, പിണറായിയുടെ സെക്രട്ടറിമാര്, അത് നമുക്കറിയാം, അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെയുള്ള പ്രധാനപ്പെട്ട 12 ഉദ്യോഗസ്ഥർ ഒരാൾ മുസ്ലിങ്ങളില്ല. 1.25 ലക്ഷത്തിന് മുകളിൽ ശമ്പളമാകുന്ന മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉൾപ്പെടെ ഉള്ള റാങ്കിലുള്ള സ്റ്റാഫ് 120-114 വരും. ഒറ്റ മുസ്ലിങ്ങൾ അതിലില്ല. ഏകദേശം 300-ലധികം വരുന്ന മൊത്ത സ്റ്റാഫുകളിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത്. നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്, ഇവിടെ വെട്ടിപ്പിടിച്ചു എന്നതിനപ്പുറത്ത് സ്വാഭാവികമായും കിട്ടേണ്ട പരിഗണന പോലും കിട്ടാത്ത ഒരു സമുദായത്തെ ശത്രുപട്ടികയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് കേരളത്തിൽ RSSന്റെ രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കുന്ന ഒരു താല്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടത് നമ്മൾ എന്ന് പറഞ്ഞാല് രാജ്യദ്രോഹത്തിന് നിരോധനം നേരിട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകരവാദികളുടെ രാഷ്ട്രീയ സംഘടന കേട്ടോ. ഈ നാട്ടുകാർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനി ഈ അഷ്റഫ് മൗലവി ഈ പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? നമ്മൾക്ക് എല്ലാവർക്കും പറയാം, SNDP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ. ഇയാളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇയാൾ സമദൂരം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ NSSന്റെ മുതലാളി സുകുമാരൻ നായരും ഇയാളും സമുദായത്തിന്
ഒന്നും ചെയ്യാതെ സമുദായാംഗങ്ങളുടെ വെറുപ്പ് മാത്രം സമ്പാദിച്ച് അവന്മാരുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന രണ്ട് സമുദായ നേതാക്കന്മാർ തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾക്കത് പറയാൻ പറ്റും. അത് പ്രത്യേകിച്ച് ഞാൻ ഈ NSSനെ കുറിച്ച് പറയാൻ, ഞാനൊരു നായരാണ്, അതുകൊണ്ട് ഈ സുകുമാരൻ നായരെ കുറിച്ച് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഈ SNDPയുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. ഈ SNDPയുടെ ചങ്ങാതി പറഞ്ഞത്, വെള്ളാപ്പള്ളി പറഞ്ഞൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ മുസ്ലിം സമുദായത്തെ അകമഴിഞ്ഞ് പ്രീണിപ്പിക്കുന്നു. 9 രാജ്യസഭാ സീറ്റിൽ 5 മുസ്ലിങ്ങളാണ്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഹിന്ദു പട്ടിക ജാതി പട്ടിക വർഗത്തിന്റെ വിശ്വാസത്തെ ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചു. കേരളത്തിലെ സാമൂഹിക അവസ്ഥ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്നെ കാന്തപുരം അടക്കമുള്ള എല്ലാ മുസ്ലിം നേതാക്കളും സംഘടനകളും വർഗീയവാദിയാക്കി. ഞാനാണോ വർഗീയവാദി? ലോകത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇവിടുത്തെ സ്വൈര ജീവിതം തകർക്കുന്നവരല്ലേ യഥാർത്ഥ വർഗീയവാദികൾ? മലയാള മാധ്യമങ്ങൾ പോലും അവരുടെ ബിസിനസ് താല്പര്യത്തെ മുൻനിർത്തി നിശബ്ദത പാലിക്കുകയാണ് ഈ വിഷയത്തിൽ. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ മധ്യ കേരളത്തിൽ ക്രിസ്ത്യാനികളും മലബാറിൽ മുസ്ലിങ്ങളും കൃഷി വ്യവസായ വാണിജ്യ മേഖലകൾ കൈയടക്കി. മലപ്പുറത്ത് അറബി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകി. ഒരൊറ്റ വിദ്യാലയം പോലും SNDPക്ക് നൽകിയില്ല. ബേപ്പൂർ അപകടത്തിൽ മരിച്ചവർക്കും കുമരകം ബോട്ടപകടത്തിൽ മരിച്ചവർക്കും മതത്തിന്റെ തൂക്കത്തിലാണ് ആനുകൂല്യം നൽകിയത്. ബേപ്പൂരിന് ലഭിച്ചത് കുമരകത്തിന് ലഭിച്ചില്ല. വ്യവസായങ്ങൾ എല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചപ്പോൾ പിന്നോക്ക ഹിന്ദു കോളനികളിലും പുറമ്പോക്കിലും തൊഴിലുറപ്പിലും ഒതുക്കപ്പെട്ടു ഹിന്ദുക്കൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക സർവേ നടത്തി തെളിയിക്കണം. ആർജവമുള്ളവർ മുന്നോട്ട് വരിക. നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ ലോകത്തെ ഞെടുക്കിയ അതല്ലെങ്കിൽ ആദ്യത്തെ ഒരു ജനകീയമായിട്ടുള്ള പ്രസ്താവന തന്നെയാണിത്. ഇതിനു മുൻപ് നമ്മുടെ NSSന്റെ സുകുമാരൻ മുതലാളി പറഞ്ഞൊരു പ്രസ്താവന കേട്ടിരുന്നു. അതായത് ഇവന്മാരുടെ ഈ വിശുദ്ധ കിതാബ് ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 72 ഹൂറികൾ, സ്വർഗം, മദ്യപ്പോയ, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടേക്ക് പോയി തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോടെ എന്ന് നട്ടലോടുകൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ധൈര്യസമേതം ചോദിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ ഇസ്ലാമിക കൊടും ഭീകരന്മാർ എന്തിനാണ് നിരപരാധികളെ കൊല്ലുന്നത്? അവന്മാർക്ക് അവിടെ സ്വർഗത്തിൽ 72 ഹൂറികളെയും തുടുത്ത മുലയുള്ള മാറിടങ്ങളുള്ള കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർണ്ണിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഹൂറികളും മദ്യപ്പുഴയും ഇതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിക കൊടും ഭീകരതയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന ഈ നാട്ടിൽ അങ്ങനെ പോയി അനുഭവിച്ചു വന്ന തെളിവിന് ഏതെങ്കിലും ഒരു മരുന്നുണ്ടോ എന്ന് ഞമ്മന്റെ സുകുമാരൻ നായർ ചോദിച്ചു. അന്ന് മുതൽ സുകുമാരൻ നായർ ഇസ്ലാമിക ജിഹാദികൾക്ക് കണ്ണിലെ കരടായി മാറി. ഇന്നിപ്പോൾ ഇതാ വെള്ളാപ്പള്ളിയും ചോദിച്ചു കഴിഞ്ഞു. കാരണം ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് എത്ര കണ്ടാണ് മുസ്ലിം പ്രീണനം എന്നുള്ളത് ഒരു രക്ഷയുമില്ലാതെ അവസാനം ഈ ഈഴവ സമുദായ നേതാവ് എന്ന് പറഞ്ഞു നടിക്കുന്ന, എന്നാൽ എല്ലാ ഈഴവന്മാരുടെയും നേതാവ് അല്ലാതെ ഈഴവന്മാർ തന്നെ പറയുന്ന NSS എന്ന് പറയുന്ന എല്ലാ നായന്മാരുടെയും നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്ന, എന്നാൽ ഞാനടക്കമുള്ള അല്ലെങ്കിൽ പല നായന്മാരും, എനിക്കങ്ങനെ ജാതി മതമൊന്നും ഞാൻ പറയാറില്ല, എന്നിരുന്നാലും പറയാം, പല നായന്മാരും പറയുന്നുണ്ട് ഇയാൾ എന്റെ നേതാവൊന്നും അല്ല എന്നുള്ളത്. അത്തരത്തിൽ എന്നാലും ഞാനാണ് എല്ലാവരുടെയും നേതാവ് എന്ന് പറഞ്ഞു കിടക്കുന്ന നായന്മാരുടെ ആ നേതാവ്. ഇവന്മാരൊക്കെ ഒരു ഗതി പരഗതി ഇല്ലാത്ത അവസാനം സത്യം തുറന്നു പറഞ്ഞ് രംഗത്ത് വരേണ്ടി വരുന്നു. പിണറായി വിജയന്റെയും അതല്ലെങ്കിൽ കിട്ടുന്ന സീറ്റുകളുടെയും അതല്ലെങ്കിൽ കോളേജുകളുടെയും സ്കൂളിന്റെയൊക്കെ എണ്ണം നോക്കിക്കൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെയും ജിഹാദികളുടെയും കാല് നക്കി അവന്റെയൊക്കെ അമേദ്യം നക്കി തിന്ന് ജീവിക്കുകയായിരുന്നു സത്യത്തിൽ ഈ നേതാക്കന്മാരൊക്കെ ഇതുവരെ. ഇന്നിപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ മിന്നും ജയം സമ്മാനിച്ച് കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. 14 ഉള്ളിടത്ത് നിന്ന് 19-20 അത്ര കണ്ട് ശതമാനം നമ്മുടെ BJPയുടെ വോട്ടിംഗ് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഒരു അനിഷേധ്യ ശക്തിയെ തന്നെ BJP വളർന്നിരിക്കുന്നു. അപ്പോ ഞമ്മന്റെ സമുദായ നേതാക്കന്മാർക്ക് വെളിവ് വെച്ച് ഒരു സമയത്ത് സുരേഷ് ഗോപി ഈ ചങ്ങാതി ഉണ്ടല്ലോ NSSന്റെ ആസ്ഥാനത്തേക്ക് ചെന്ന സമയത്ത് ഇവന്റെ ബാപ്പാന്റെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ പോലെ ഈ സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ ആട്ടി ഓടിച്ച ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണീരോടുകൂടി പടിയിറങ്ങിയ സുരേഷ് ഗോപി ഇന്ന് MP മാത്രമല്ല സഹമന്ത്രി എന്ന പട്ടം നേടിക്കൊണ്ട് കേന്ദ്രമന്ത്രിയായി തിരിച്ച് ആദ്യത്തെ താമര, ലോക്സഭയിൽ ആദ്യത്തെ താമര ഈ കേരളത്തിൽ വിവരിച്ചു വന്നപ്പോൾ ഇന്ന് കൃത്യമായിട്ടും നമ്മുടെ സുകുമാരൻ നായർക്ക് ഈ ചങ്ങാതിക്ക് സുരേഷ് ഗോപിയിൽ കുറച്ചൊരു താല്പര്യമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സുകുമാരൻ നായരെ ആ ഒരു ബഹുമാനത്തോടെ മാത്രം നമ്മൾ കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം. എന്തായാലും ഇന്ന് വെള്ളാപ്പള്ളി പച്ചയ്ക്ക് ഒരു സത്യം തുറന്നു പറഞ്ഞതോടുകൂടി വെള്ളാപ്പള്ളിയെ നോട്ടമിട്ടുകൊണ്ട് നമ്മുടെ ചുടാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചുടാപ്പികൾ ഇതൊക്കെ തന്നെയാണ് പറയേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ മാത്രമേ അടുത്തതായിട്ട് ഈ ചുടാപ്പികളെ പിടിച്ച് തീഹാറിലേക്ക് അടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് തന്നെ NIA ഇവനെയൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഏത് നിമിഷവും നമ്മുടെ അച്ചറപ്പ് മൗലവി ഉള്ളിലേക്ക് പോകും എന്നുള്ളത് അറിയാം. തീഹാറിന്റെ ബാക്കിയുള്ള നമ്മുടെ 2047 പ്രധാനമന്ത്രിയാവാൻ നിന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ തീഹാറിൽ ജീവനോടെ
ഉണ്ടോ, ചത്തതിന് ഒക്കുമോ എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് പരിശോധിക്കാൻ ഒരുത്തനെ ഇവിടെ നിന്ന് വീണ്ടും എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ആ വകുപ്പിലേക്ക് പതിയെ പതിയെ അവന്റെ വായിലെ ആ വിഷമുണ്ടല്ലോ അത് തുറന്ന് നമ്മന്റെ വീണ്ടും തൊടുപുഴ SDP-യുടെ ഈ മൗലവി ഇറങ്ങിയിട്ടുണ്ട്. ഞമ്മന്റെ അച്ചറഫ് മൗലവി എന്നാലും തീഹാറിന്റെ ഒരു വാഗ്ദാനം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടിൽ ഒരു നായരായിട്ടുള്ള ഒരുത്തനുണ്ട്, അയാളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. SDP-യുടെ മലപ്പുറം ജില്ലയുടെ ഭാരവാഹിയായിരുന്നു, കടുത്ത ഭാരവാഹിയായിരുന്നു. കഴിഞ്ഞ ദിവസം അയാളെ ഞാൻ കണ്ട സമയത്ത് അയാളെ ഇപ്പൊ ഏത് പാർട്ടിയിലാന്ന് അറിയാമോ? നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ മമതാ ബാനർജിയുടെ ഇത് തെലുങ്കുദേശം പാർട്ടി TDC-യോ എന്തോ കുന്തം, അതിന്റെ ആണ് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ആഹാ അപ്പൊ SDP-ക്ക് വിട്ടോ? അപ്പൊ പുള്ളി പറയാ, ഓ ഒരുപാട് കേസും കൂട്ടും. പിന്നെ ഞാൻ അന്വേഷിച്ച് എന്താ വിടാൻ കാരണം എന്നുള്ളത്, ഒരുപാട് കേസും കൂട്ടും, കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയ സമയത്ത് അത് വിട്ടിട്ട് ഇപ്പൊ ഈ മമതാ ബാനർജിയുടെ ഇവിടത്തെ ഘടകത്തിന്റെ എന്തോ കൊണാണ്ടറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവർ കുറെ നായന്മാരെയും കുറെ ഈഴവന്മാരെയൊക്കെ ഇവരുടെ ഭാരവാഹിത്വത്തിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾക്കറിയാം വേറെ ഒരുത്തനാണ് എന്തൊരു തുളസീദാസോ എന്തോ ഒരുത്തനുണ്ടല്ലോ, സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ് SDP-യുടെ, തുളസീദാസ്, നല്ല പേരൊക്കെയാ. അപ്പൊ ഇവരുമാര് മതേതര പാർട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നായന്മാര് ഈഴവന്മാര് ഇതുപോലെയുള്ള പാണന്മാര് എല്ലാവരെയും പിടിച്ചിട്ട് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവനൊക്കെ എങ്ങനെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ ഉള്ളിലുള്ള ആ സ്വഭാവം, ആ മദ്രസ കുണ്ടൻ സ്വഭാവം ഉണ്ടല്ലോ, രാജ്യദ്രോഹ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരും. എന്തായാലും അത് ഒലിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് നൽകിയിട്ടുള്ള, അതിന് വഴിമരുന്നിട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും നേരാതിരിക്കാനാവില്ല. എന്നാലും ഗംഭീരമായിട്ട് തന്നെ മതനേതാക്കന്മാർ ഹിന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ സംഘടിപ്പിച്ച സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല, അതല്ലെങ്കിൽ ഈഴവന്മാർക്കും നായന്മാർക്കും വേണ്ടി ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വാ തുറന്ന് നമ്മുടെ ആസ്ഥാനത്തെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, വെള്ളാപ്പള്ളി സുകുമാരൻ നായരൊക്കെ ഇറങ്ങിയത് കൊണ്ട് ചെറിയൊരു ഒരു എന്താ പറയാ ചെറിയൊരു ആശയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കൃത്യമായിട്ട് BJP-യുടെ ആ ഒരു അതിശക്തമായിട്ടുള്ള പോരാട്ടം, അതിശക്തമായിട്ടുള്ള തേരോട്ടം, അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയൊക്കെ ഈ മനംമാറ്റത്തിന് പിന്നിൽ എന്നുള്ളത് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ അഷ്റഫ് മൗലവിയുടെ ഈ വർഗീയത പറച്ചിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. കാരണം ഭാവിയിൽ തീഹാറിൽ നമ്മുടെ 2047 പ്രധാനമന്ത്രിയായിട്ടുള്ള മറ്റവന്മാരെയൊക്കെ പോയി കാണാൻ വേണ്ടി നമ്മൾക്ക് സന്തോഷം വീണ്ടും തരാൻ വേണ്ടിയിട്ടുള്ള ഒരു NIA-യുടെ ഇരയാണ് നമ്മുടെ അച്ചറഫ് മൗലവി. എന്തായാലും വീണ്ടും അയാൾക്ക് ഒരു ആശംസ നേരാം. കാരണം തീഹാറിലേക്ക് പെട്ടെന്ന് പോകാനുള്ള വകുപ്പ് പുള്ളി തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.